ഹായ് നമസ്കാരം. ശരത് ക്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് വെച്ചാണ്. വിഴിഞ്ഞത്ത് ഒരു മനോഹരമായ ശിവക്ഷേത്രമുണ്ട്, ആഴിമല ശിവക്ഷേത്രം. അപ്പോൾ ഇന്ന് ഞാനിപ്പം അവിടെ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാം. കടൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന മനോഹരമായൊരു ശിവൻ്റെ ഭഗവാന്റെ നല്ലൊരു മനോഹരമായ വലിയൊരു പ്രതിമയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഈ ആഴിമല ക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പം ശരത് വ്ലോഗ്സ് എന്ന എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള പൂങ്കുടിയിലാണ് ഈ മനോഹരമായ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതും അറബിക്കടലിൻ്റെ തീരത്തോട് ചേർന്ന്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു മനോഹരമായ മഹാദേവ ക്ഷേത്രം കൂടിയാണ് ആഴിമല ശിവക്ഷേത്രം. ക്ഷേത്രത്തിനടുത്ത് താഴെയാണ് കേട്ടോ പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പം അവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മനോഹരമായ ശില്പം കാണാൻ സാധിക്കും. എൻ്റെ വൈഫിനൊരു എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടാണ് ട്രിവാൻഡ്രം പോയത്. അവിടെ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, സുജിനണ്ണൻ. അപ്പം സുജിനണ്ണന് 2 മക്കളാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അന്ന് പോയത്, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ മുകളിലോട്ട് പോവാണ്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു തമിഴ്നാട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് തോന്നിയത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. എനിക്കൊരു കളറും ആ ഒരു ശില്പങ്ങളും സ്ട്രക്ചറൊക്കെ കണ്ടപ്പം ആ ഒരു രീതി തോന്നി. അതിന് മുമ്പിലായിട്ട് തന്നെ വലിയൊരു ആൽമരം കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ കഴുകി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറി. ആദ്യം തന്നെ പോയത് മഹാദേവനെ കാണാൻ തന്നെയാണ്. ഗംഗാധരേശ്വര ശൈലിയിലുള്ള ആ ഒരു രൂപത്തിലിരിക്കുന്ന രീതിയിലാണ് മഹാദേവൻ്റെ ഈ ഒരു മനോഹരമായ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ശില്പമാണെന്ന് തോന്നുന്നില്ല, റിയലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പം അതിനോട് അടുത്ത് തന്നെയാണ് മെയിൻ ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൽ പല ഉപദേവന്മാരുടെയൊക്കെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ദൂരെ ആ കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗങ്ങൾ. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ മനോഹരമായ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏത് സൈഡിൽ നിന്ന് ഈ ശില്പം നോക്കിയാലും നമ്മളിങ്ങനെ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കും. കാരണം അത്രയ്ക്കും മനോഹരമാണ് അതിൻ്റെ ഓരോ മൂലയും. നമുക്ക് ഈ കാലൊക്കെ കണ്ടില്ലേ, അവിടുത്തെ ഓരോ വെയിൻസും മസിൽസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കയ്യിലൊക്കെ ആ ഒരു കൈയുടെയൊക്കെ ഒരു സ്ട്രക്ചറൊക്കെ അത്ര അടുത്ത് നോക്കി കാണണം. അതായത് കാൽ വിരലുകൾ, നഖങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഇതാണ്. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു മനോഹരമായ ആ ഒരു ശില്പം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള നമ്മുടെ അറബിക്കടലാണ്. കാരണം അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു നമ്മുടെ അറബിക്കടലും ഈ ഒരു ശില്പവും അവിടെ നിലകൊള്ളുന്നത്. ഞാനിത് വെറുതെ പറയല്ല, നേരിട്ട് കണ്ടിട്ട് ആ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മഹാദേവ ശില്പമാണിത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മഹാദേവ ശില്പവും. ഏകദേശം 58 അടി അല്ലെങ്കിൽ 18 മീറ്ററാണ് ഈ ഒരു മനോഹരമായ ശില്പത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രം ഇവിടെ സന്ദർശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഈ ശില്പമൊന്നും ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല. ഇത് ഈ അടുത്ത കാലത്ത് ഏകദേശം കുറഞ്ഞ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ഒരു മനോഹരമായ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായ മഹാദേവ ശില്പം ഇവിടെ ഉണ്ടായത്. ഈ ഒരു ശില്പത്തിൻ്റെ താഴെ ധ്യാന മണ്ഡപമുണ്ട്. അന്ന് അവിടെ കയറാൻ നല്ല തിരക്കായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതും കൂടെ കാണിക്കാൻ പറ്റുമായിരുന്നു. കാരണം മനോഹരമായ ഒരു കാഴ്ചകളാണ് അതിനകത്തുള്ളത്. ഒരുപാട് നമ്മുടെ ശിവലിംഗത്തിൻ്റെ പല രൂപങ്ങളും നമുക്കവിടെ കാണാൻ പറ്റുന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആഴിമല സ്വദേശിയായ
PS ദേവദത്തൻ എന്ന അനുഗ്രഹീത ശില്പിയാണ് 6 വർഷം കൊണ്ട് ഈ മനോഹരമായ ഗംഗാധരേശ്വര ശില്പം അവിടെ പണി കഴിപ്പിച്ചത്. ഞങ്ങളന്ന് പോയ ദിവസം അവിടെ എയർഫോഴ്സിൻ്റെ നേവിയുടെയൊക്കെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളുണ്ടായിരുന്നു. അപ്പം അതും അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 നട തുറക്കും, പിന്നെ 10 മണിക്ക് നടയടയ്ക്കും, വൈകുന്നേരം 5 മണിക്ക് തുറക്കും, 7:30 നടയടയ്ക്കും. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം വരുന്നതായിരിക്കും കൂടുതൽ മനോഹരം. കാരണം ഈ ഒരു അസ്തമയ സമയത്ത് ആ ഒരു ശില്പവും ഇങ്ങനെ മനോഹരമായ കാഴ്ചകളും എന്തായാലും വൈകുന്നേരത്തിലായിരിക്കുമല്ലോ നമുക്ക് കടൽ തീരത്തൊക്കെ ഒന്ന് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തൊക്കെ വരുന്നവർ തീർച്ചയായും വരിക. ഈ മനോഹരമായ ശില്പം എന്തായാലും കാണാതെ പോകാൻ പാടില്ല, കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.